ഹലോ. അപ്പോൾ നമ്മുടെ സെഷൻ തുടങ്ങാണ് കേട്ടോ. ആദ്യമായിട്ട് കയറുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്, നിങ്ങളെ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് കണക്ട് ചെയ്യുക. എത്രത്തോളം വീണ്ടും പറയുകയാണെങ്കിൽ കേൾക്കുമെന്ന് അറിയില്ല. ഞാനത് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് സെഷനിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. നമ്മളെ മുന്നത്തെ സെഷനിലൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലോട്ട് ഹേർട്ട്ലി വെൽക്കം. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്? ഒരിക്കലും മോട്ടിവേഷൻ അല്ല കേട്ടോ. മോട്ടിവേഷൻ ആണ് എന്ന് ആദ്യം തന്നെ മൈൻഡിൽ കൊടുക്കണ്ട. നമ്മളിവിടെ പറയാൻ പോകുന്നത് ട്രാൻസ്ഫോർമേഷൻ സെഷനാണ്. നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് ആളുകൾ ഉപദേശം രീതിയിലൊക്കെ ഉപദേശിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്കെന്ത് തോന്നും, എന്നിട്ടൊന്നും എനിക്ക് മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെയാണോ ഇതുകൊണ്ട് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ തുടങ്ങുന്നതിന് മുന്നായിട്ട് പറ്റുന്ന ആളുകളൊക്കെ വീഡിയോ മോഡിൽ വരാം കേട്ടോ. വീഡിയോ മോഡിൽ വരുന്ന ആളുകൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായാലും മനസ്സിലായിട്ടുണ്ട്, അവരവരുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഏതായാലും ഇത്രയും ടൈം നിങ്ങളെ സെൽഫിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ സമയം പല എൻ്റർടൈൻമെൻറ്റ് പേർപ്പസും കാര്യങ്ങളും വെറുതെ ഇരിക്കാനൊക്കെ നമുക്ക് പറ്റും അല്ലെ, കിടന്നുറങ്ങാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളെ സെൽഫിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈം നമ്മളത് ഭയങ്കര പ്രൊഡക്റ്റീവാക്കി മാറ്റുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ കേട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഉള്ളിലോട്ട് അത് സ്പർശിക്കാനും ഒരു ഹിപ്നോട്ടിസം മോഡിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യാനും നല്ല ചാൻസ് ഉണ്ട് എന്നുള്ളതല്ല, ആ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ വീഡിയോ മോഡിൽ വരാം. ഇവിടെ ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യുക കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പോലും എന്നെയാണ് ഇവിടെ നോക്കുന്നത്. അതേപോലെ വീഡിയോ മോഡിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളായിരിക്കും ഏറ്റവും ഇവിടെ നോക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്താണ്? അതായത് നമ്മളെ ജീവിത വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ട നമ്മളെ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് അല്ലെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ആളുകൾ പേഴ്സണലി കണക്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്, എനിക്ക് എന്നെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എനിക്ക് പഴയ എന്നെ എനിക്ക് തിരിച്ചു കിട്ടണം, ഇതെല്ലാം ഞാൻ ഇങ്ങനൊന്നുമല്ല ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ കുറെ ആൾക്കാർ പറയാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആളുകളോടൊക്കെ അവരുടെ ജീവിതം ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന സമയത്ത്, ആ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നമുക്ക് എടുത്തിട്ട് പറഞ്ഞു തരും. അന്ന് ഇങ്ങനെ ഉണ്ടായ സമയത്ത് അന്ന് മുതലാണ് എൻ്റെ ലൈഫ് മാറി തുടങ്ങിയിട്ടുള്ളത് അല്ലെ, ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച്. ഇപ്പം ചില അധിക ബിസിനസ് ഏരിയയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്താ പറയുക, കൊറോണയ്ക്ക് ശേഷം എൻ്റെത് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി എന്ന് പറയും ചില ആളുകൾ. പക്ഷെ കൊറോണയ്ക്ക് ശേഷം ബിസിനസ്സിനെ നന്നായിട്ട് വിജയിപ്പിച്ചെടുത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ലൈഫിലൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റ് മുതലായിരിക്കും പലപ്പോഴും നിങ്ങളെ സന്തോഷവും സമാധാനം നഷ്ടപ്പെട്ടിട്ടുള്ളതും, അല്ലെങ്കിൽ അതുവരെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നടത്തി ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരാളായിരിക്കും, എനിക്ക് പഠിക്കണം, ഞാൻ ഈ ജോലി ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഏതോ ഒരു സമയം മുതൽ അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇത്തരത്തിൽ നഷ്ടപ്പെട്ട നമ്മളെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന സമയത്ത് ഓരോ കാലം കഴിയുന്തോറും വീണ്ടും വീണ്ടും നമുക്ക് നമ്മളെ ഇങ്ങനെ നഷ്ടപ്പെട്ട് വരും അല്ലെ. അപ്പം ഇതൊരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റൂലേ എന്ന് വിചാരിക്കരുത്. എവിടെയാണോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ സ്ഥലത്ത് തന്നെ പോയാൽ അതേ നമ്മളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മളെ എങ്ങനെ മാറ്റിയെടുക്കാം, പഴയ നമ്മളെ എങ്ങനെ ആക്കി മാറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ സ്ഥലത്ത് പോയി തെരഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അന്ന് ചില മുറിവുകളോ ചില വേദനകളോ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നല്ല ആഴത്തിൽ കുത്തിവെച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ആ ഇൻസിഡന്റ് ഒക്കെ ഓർത്ത് പറയുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, അതേ സങ്കടം വരും, അതേ വിഷമം വരും, അതേ പരാതി വരും. ചിലപ്പോൾ അന്നത്തേനേക്കാളും കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അല്ലെ. ഇത്തരം നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് കംപ്ലീറ്റ്ലായി റിമൂവ് ചെയ്ത് കഴിഞ്ഞാലേ പഴയ നിങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് അടുക്കി വെച്ചിട്ട് നമ്മളിവിടെ പുറത്ത് കുറേ മോട്ടിവേഷൻ കേട്ടിട്ടോ അല്ലെങ്കിൽ കുറെ ആരെങ്കിലും നമ്മൾ സമാധാനിപ്പിച്ചിട്ടോ നമുക്ക് താൽക്കാലികമായിട്ട് ഒരു സമാധാനം ഒക്കെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിനർത്ഥം മോട്ടിവേഷൻ മോശമാണ് എന്നുള്ളതല്ല, നമുക്ക് ഒരു ഊർജം കിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓക്കെ നാളെ മുതൽ ഞാൻ റെഡി ആവും,
നാളെ എന്നെ കൂടെ എന്തായാലും പറ്റും, ഞാൻ എന്തായാലും ചെയ്യും എന്നൊക്കെ നമ്മൾ തന്നെ വിചാരിക്കും, സ്വയം പ്രതിജ്ഞ എടുക്കും. പക്ഷെ ആ ഒരു കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാലോ, നമ്മളെ കൊണ്ട് പറ്റൂല, അല്ലെ നാളെയാവാ, അല്ലെ എന്തോ ഒരു തടസ്സം എന്നെ പിന്നോട്ട് വലിക്കുന്നു എന്നൊക്കെ പറയും. ഈ തടസ്സങ്ങളൊന്നും പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ ഒരു സ്റ്റോറി പറഞ്ഞുതരാം. അപ്പം ആനനല്ലേ, ആനയെ എല്ലാവർക്കും അറിയൂലേ. അപ്പം ഈ ആന, കുട്ടിയാന, ചെറിയ ആന കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ അമ്പലപ്പറമ്പിലൊക്കെ അല്ലെ നമ്മൾ കാണാറുണ്ട്, പൂരത്തിനും അങ്ങനെ പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ട്. അപ്പം ഇതിന് പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് ആനയുടെ കാലിൽ എന്ത് ചെയ്യും, ചങ്ങല ഇടും. അപ്പോൾ ഈ കുട്ടിയാന എന്ത് ചെയ്യും, അതിന് എങ്ങനെയെങ്കിലും ആ ചങ്ങല പൊട്ടിച്ചിട്ട് പുറത്ത് വരണം അല്ലെ, അതിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ചങ്ങല വലിക്കുന്ന സമയത്ത് ചങ്ങല പൊട്ടൂല, പക്ഷെ കാലിൽ മുറിവാവും. ഇപ്പൊ 1-2 ദിവസമൊക്കെ ട്രൈ ചെയ്യും അല്ലെ, ആദ്യത്തിൽ ആ ചങ്ങല ഇട്ട ദിവസങ്ങളാണ് ഞാൻ പറയുന്നത്. 1-2 ദിവസം ട്രൈ ചെയ്യും, പക്ഷെ എന്ത് ചെയ്യും, കാലിൽ മുറിവാവുമ്പം ആന വിചാരിക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് മുറിവാവുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് എനിക്കിനി സ്വാതന്ത്ര്യം കിട്ടൂല. ഈ കുട്ടിയാനയുടെ ചെറുപ്പത്തിൽ സംഭവിച്ച ഒരു കാര്യം ആന എത്ര വളർന്നു വലുതായാലും അല്ലെ, ആന എത്ര വലിയ ആനായി നിന്നാലും ഈ വിശ്വാസം പോകുന്നില്ല. ആ ചെറുപ്പത്തിൽ കയറിക്കൂടിയ ഒരു വിശ്വാസമാണ്. അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചങ്ങല കാലിൽ നിന്ന് വലിച്ച സമയത്ത് കാലിൽ മുറിവായി. അപ്പൊ ആന വിചാരിക്കുകയാണ് എനിക്കിനി സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, ഞാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വേദനയുള്ള കാര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആന വലുതായാലും അതേ വിശ്വാസം പോകുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന ഒന്ന് വലിച്ചാ പൊട്ടുന്ന ചങ്ങലയിൽ എത്ര അടങ്ങി ഒതുങ്ങിയാ നിൽക്കാറുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആനക്ക് എന്തെല്ലാം കാര്യങ്ങൾ നശിപ്പിക്കാനും എത്ര ഭാരം ഉയർത്താനും ഒക്കെ കഴിയും. പക്ഷെ ഈ വലിയ ആന ഒരു ചങ്ങലയിൽ തളച്ചിട്ടാൽ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കും. ഇനി അതിന് വിശക്കുന്നുണ്ടെങ്കിലും അതിന്റെ മുന്നിൽ കുറച്ച് നമ്മള് ഇതൊക്കെ അല്ലേ, പഴക്കൊല അല്ലെ എന്തേലും അതിന് കഴിക്കാൻ പറ്റുന്ന പനയോല എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിലും അത് ഒരടി അങ്ങോട്ട് അനങ്ങൂല. കാരണം എന്താ, അതിന്റെ മനസ്സിൽ അത്രയും ആഴത്തിൽ കൊണ്ടിട്ടുണ്ട് ചങ്ങല എന്താണ് വലിച്ചു കഴിഞ്ഞാലും മുറിവാവും എന്നുള്ളത്. അപ്പം ആനയുടെ ചെറുപ്പത്തിൽ സംഭവിച്ച ആ ഒരു കാര്യമാണ് ആന മരിക്കോളം സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കാൻ ആനയെ പ്രാപ്തമാക്കുന്നത്. അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളെ കാര്യം. ജീവിതത്തിന്റെ പല സമയത്തായിട്ട് നമ്മളെ ഉള്ളിലും ഇതുപോലെ എന്തൊക്കെയോ മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പം ഇത്തരം സംഭവങ്ങളാണ് നമ്മളല്ലാതാക്കി മാറ്റുന്നത്. ഒരിക്കലും നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല അല്ലെ. ചില ആളുകൾ പറയുന്നതാണ് എനിക്ക് ആത്മവിശ്വാസം ഇല്ല, എനിക്ക് ധൈര്യമില്ല, അല്ലെ എനിക്ക് ഫുൾ പേടിയാണ്, ഭയമാണ്, ഇരുട്ടിനെ ഭയമാണ്, രാത്രി ആയി കഴിഞ്ഞാൽ ഭയമാണ്. അങ്ങനെ പല ആളുകൾക്കും ഇപ്പൊ നിങ്ങളെ അടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പല പല രീതിയിലുള്ള. ഹലോ, മൈക്കൊന്ന് മ്യൂട്ടാക്കോ, എല്ലാരും മൈക്കൊന്ന് മ്യൂട്ടാക്കിട്ടോ. ഓക്കെ. പല പല രീതിയിലുള്ള എന്താണ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ട് തടയുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. ചില ആളുകൾക്ക് എന്തായിരിക്കും, ലൈസൻസ് എടുത്തിട്ടുണ്ട്, വാഹനം ഓടിക്കാൻ പേടി അല്ലെ. പ്രത്യേകിച്ച് കുറെ സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെ, അവര് പറയുന്ന ഒരു കാര്യം, ലൈസൻസ് എടുത്തിട്ടുണ്ട്, വാഹനം ഓടിക്കാൻ പേടി. അപ്പം ചിലപ്പം മുന്നേ വണ്ടി ഓടിച്ചപ്പോൾ ഒന്ന് വീണിട്ടുണ്ടാവും, ആ ഫിയർ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലോണം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിലോ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും മോളെ വണ്ടി ഓടിക്കാനൊന്നും പോവണ്ട, പണിയാവും, പണി കിട്ടും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആക്സിഡന്റ് സീനോ കാര്യങ്ങളോ കണ്ടതുകൊണ്ട് അതും മനസ്സിലായത്തിലുണ്ട്. അപ്പം നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും നല്ല ബെസ്റ്റ് വേർഷനായി നമ്മളെ മാറാൻ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്തുള്ള ആളുകളോ പുറത്തുള്ള സംഭവങ്ങളോ ഒന്നുമല്ല, നമ്മളെ മനസ്സിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആന ജീവിക്കുന്ന പോലെ ജീവിതകാലം മുഴുവൻ സ്വാതന്ത്ര്യം ഇല്ലാതെ നമ്മൾ ജീവിക്കണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. പകരം നമ്മളെ ഉള്ളിലുള്ള ഇത്തരം മുറിവുകൾ നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഏറ്റവും അടിപൊളിയായിട്ട് മാറാൻ വേണ്ടി പറ്റൂലേ. നമ്മൾ ഏറ്റവും നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ ഏറ്റവും വിശ്വാസമുള്ള, നമുക്ക് നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അല്ലെ. ഈ കുട്ടിക്കാലത്ത് ആർക്കും വാട്ട് അതേഴ്സ് തിങ്കിങ് ഇല്ലായിരുന്നു, എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സംഭവം, എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാനൊരു നല്ല ഡ്രസ്സ് ഇട്ടാൽ അവരെന്ത് പറയും, എന്റെ സന്തോഷമല്ല മറ്റുള്ളവർ എന്ത് പറയും, ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാനൊന്ന് സംസാരിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഞാനൊന്ന് വീഡിയോ കോളിൽ വന്നാൽ ആരെങ്കിലും കണ്ടാലോ. പക്ഷെ നമുക്ക് ചെറുപ്പത്തിൽ അതൊന്നും ഇല്ലായിരുന്നു.
വാട്ട് തിങ്കിങ് ഇല്ല. നമ്മൾ നമ്മളെ മറ്റുള്ളവരെ ആരായിട്ട് കമ്പയർ ചെയ്യാറില്ലായിരുന്നു. എന്നെക്കാൾ കളർ അവൾക്കുണ്ടോ, എന്നെക്കാളും തടി ഉണ്ടോ, എന്നെക്കാളും അങ്ങനെ ഉണ്ടോ, വീട് എന്നെക്കാളും വലിയ വീടാണോ, ഇങ്ങനെ ഒന്നും നമ്മൾ കമ്പയർ ചെയ്യാറില്ലായിരുന്നു. അതേപോലെ തന്നെ പേടി എന്നുള്ള പറഞ്ഞ ഒരു സംഭവമില്ലായിരുന്നു. ചെറുപ്പത്തിൽ ആരെങ്കിലും നമ്മളെ സ്റ്റേജിലോട്ട് പാട്ട് പാടാൻ വിളിച്ചാലോ, എത്ര ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും, അവരുടെ മുന്നിൽ നിന്നിട്ട് നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ എന്ത് വേണേലും പറയുക ഒക്കെ ചെയ്യും, അല്ലേ? പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ് പറ്റുന്നില്ല. അതുപോലെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. നമ്മളോട് നമ്മുടെ പാരന്റ്സ് പറയും, മോളെ മോനെ അങ്ങോട്ട് ചാടല്ലേ, വീഴും. നമുക്ക് എന്ത് വീഴും, നമ്മളെന്ത് ചെയ്യും, നമുക്ക് എത്ര ഉയരായാലും കുഴപ്പമില്ല, നമ്മൾ അങ്ങോട്ട് ചാടും കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും എല്ലാവരും പ്യുവറായിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വേർഷൻ ആയിരുന്നു. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ പല സ്ഥലത്ത് നിന്നും നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളോ പല ആളുകളും നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, ഞാൻ സീറോ ആണ്, എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല, ലൈഫിൽ ഞാൻ വിജയിക്കൂല എന്നൊക്കെ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ചിട്ടാണ് എന്തുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. നമ്മൾ ഏറ്റവും ആ ഒരു കുട്ടിയായിരിക്കുന്ന കാലത്ത് നമ്മളെല്ലാവരും 100-100 തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ സമയത്ത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അല്ലെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തായിരിക്കും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അല്ലെ അവർ എനിക്ക് എത്ര റേറ്റിംഗ് ആണ് തന്നിട്ടുള്ളത്, 100-ൽ ഒരു 10 തന്നാൽ ഞാൻ വിചാരിക്കും ഞാൻ 10 ഉള്ളൂ. അവർ പറയാണ് നീ ഒരു 1 ഉള്ളൂ, അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ അത്രേ ഉള്ളൂ. നീ സീറോ ആണ് അവർ പറഞ്ഞ ഞാൻ വിചാരിക്കും ഞാൻ സീറോ ആണ്. മറ്റുള്ളവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും. എന്നാൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള നമ്മുടെ ക്രിയേറ്റർ തന്നെ പറയാണ്, ഞാൻ ഈ ഭൂമിയിൽ പല സംഭവങ്ങളും പഠിച്ചിട്ടുണ്ട്, പല അത്ഭുതങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഏറ്റവും ഉത്തമ സൃഷ്ടി മനുഷ്യനാണ് എന്നുള്ളത്. ഒന്ന് ആലോചിക്കുക, എൻ്റെ ഏറ്റവും ഉത്തമ സൃഷ്ടി മനുഷ്യനാണെന്നുള്ളത്. അതായത് ആ ഒരു ഡിവൈൻ അല്ലെ ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്, ഒരു രാജാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ ആ രാജാവിൻ്റെ ക്വാളിറ്റി നമുക്ക് തോന്നും, രാജാവിൻ്റെ ഒരു മൂല്യം, രാജാവിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മൾ വരികയാണെങ്കിൽ രാജാവിൻ്റെ പോലത്തെ ഒരു മൂല്യം നമുക്ക് നമ്മളെ കുറിച്ച് തോന്നും, രാജാവിൻ്റെ പോലത്തെ ഒരു ഗെറ്റപ്പ് ഒക്കെ നമുക്ക് നമ്മളെ കുറിച്ച് തോന്നും. പക്ഷെ നമ്മുടെ ക്രിയേറ്റർ പറയുന്നുണ്ട്, എൻ്റെ ഓരോ അടിമയും എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അല്ലെ എൻ്റെ ഏറ്റവും ഉത്തമ സൃഷ്ടിയായിട്ടാണ് അവരെ ഞാൻ ഭൂമിയിലോട്ട് അയച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ നമുക്ക് അത്ര കോൺഫിഡൻസും, നമുക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നമ്മൾ എല്ലായിടത്തും പോയി എനിക്കിത് വേണം നമ്മൾ പറയായിരുന്നു, എനിക്കിത് വേണം അല്ലെ എനിക്കിത് കുറച്ച് കൂടുതൽ വേണം. പക്ഷെ എന്താ ഇത്, മനസ്സിനെ ഏൽപ്പിച്ച ചെറിയ ചെറിയ മുറിവുകൾ, അന്നത്തെ കുട്ടിയാനന്റെ കഥ പറഞ്ഞ പോലെ മനസ്സിനെ ഏൽപ്പിച്ച ചെറിയ ചെറിയ മുറിവുകൾ ഓരോ വയസ്സ് കൂടുന്തോറും നമ്മൾ പിന്നോട്ടേക്ക് വലിക്കാൻ തുടങ്ങി. എനിക്കിതൊന്നും അർഹിക്കുന്നില്ല അല്ലെ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പം ഈ ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ ഏകദേശം എന്തായിട്ടുണ്ടാവും, എന്നെ ഒന്നിനും പറ്റൂല എന്നൊക്കെ വെച്ച് നമ്മൾ പല ആളുകളും പിന്നോട്ടേക്ക് വലിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ്. ആനന്റെ കഥ എങ്ങനെയാണെങ്കിൽ, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ മനസ്സിലെ ഇത്തരത്തിലുള്ള ഈ ഒരു ആനന്റെ ചങ്ങലന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള 40,000-ഓളം പ്രോഗ്രാമുകൾ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റേജിൽ പോയിട്ട് ഫസ്റ്റ് ആയിട്ട് ഒരു പാട്ടോ പ്രസംഗമോ എന്തെങ്കിലും ചെയ്ത് ഭയങ്കര അല്ലേ, ആ കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഞാൻ ചെയ്യാൻ പോവാണ്, ഫസ്റ്റ് ടൈം ആയിരിക്കും, ഞാൻ എൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സിന്റെ കുട്ടികളുടെ മുന്നിലൊക്കെ ചെയ്യുന്ന സമയത്ത് അഥവാ തെറ്റിപ്പോയാൽ ആ കുട്ടിക്ക് അന്ന് പേടി ഉണ്ടാവില്ല, തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും, ടീച്ചേഴ്സോ കുട്ടികളോ ആരെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി എന്ത്, ആ ഒരു കോൺഫിഡൻസ് അവിടെ പോയി, ഫസ്റ്റ് മുറിവ് അവിടെ ഉണ്ടായി മനസ്സിൽ. പിന്നെ വളർന്ന് എത്ര വലിയ കാലം കഴിഞ്ഞാലും കുട്ടിയുടെ ബോധ മനസ്സ് ചിലപ്പം ചെറുപ്പത്തിൽ നടന്ന കാര്യമല്ലേ എന്ന് വിചാരിച്ച് മറന്നിട്ടുണ്ടാവും. പക്ഷെ ഉള്ളിലുള്ള ഒരു ഉപബോധ മനസ്സ് എന്ന് പറയും, നമുക്ക് എല്ലാവർക്കും ഉള്ള സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളെ മനസ്സിനെ നമ്മൾ കാണുന്ന പോലെ ഒരു മനസ്സ് മാത്രമല്ല ഉള്ളത്, മനസ്സിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പം അതിന് ബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെ, നമ്മൾ ബോധം കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോധ മനസ്സാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം 10% മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു മനസ്സുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാറില്ലേ, നമ്മുടെ ഹൃദയമിടിപ്പ് അല്ലെ, നമ്മുടെ ശരീരത്തിലുള്ള ഓരോരോ
കാര്യങ്ങൾ നടക്കുന്നില്ലേ, രക്തചംക്രമണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലില്ലാതെ, നമ്മുടെ ശ്വാസം, അതൊന്നും നമ്മളല്ലല്ലോ നിയന്ത്രിക്കുന്നത്. ഞാൻ ഇന്ന് മുതൽ എൻ്റെ ശ്വാസം ഞാൻ നിയന്ത്രിക്കും എന്ന് പറഞ്ഞാൽ അടുത്ത മൊമെന്റ് ഞാൻ ഉണ്ടാവോ എന്നുള്ളത് ഡൗട്ടാണ്. അതേപോലെ ഇത്തരത്തിൽ 90% കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലെ മനസ്സാണ് നിയന്ത്രിക്കുന്നത്. അതിനെ ഉപബോധ മനസ്സെന്ന് പറയും. അപ്പൊ ഈ ചെറുപ്പം മുതൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിന്റെ ഉള്ളിൽ, ഉപബോധ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഫോണിൽ മെമ്മറി കാർഡിൽ എങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതുപോലെ എല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബോധം ചിലപ്പോൾ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ മനസ്സിൽ ഇതെല്ലാം ആഴത്തിൽ കൊത്തിക്കിടക്കുന്നുണ്ട്. അപ്പം അന്നത്തെ ആ ഒരു സ്റ്റേജിലെ അനുഭവത്തിൽ ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഒരു സംസാരിച്ച സമയത്ത് തെറ്റിപ്പോയപ്പോഴോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആരൊക്കെയോ പറഞ്ഞു മോനെ പറ്റുന്ന പണി എടുത്താൽ പോരെ, അങ്ങനെ ആരെങ്കിലും ഒരു കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഉള്ളിലെ മനസ്സിൽ ആഴത്തിൽ കൊത്തിവെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വലുതായ സമയത്ത് എന്താണ്, നമ്മളൊരു സ്റ്റേജ് ഷോക്കോ നമുക്ക് സംസാരിക്കണം എന്നുണ്ടാവും, പക്ഷെ എന്താ അറിയില്ല ഉള്ളിൽ ഫിയർ വരികയാണ്, നമുക്കൊരു ഭയങ്കര സങ്കടമോ അല്ലെങ്കിൽ എന്തൊക്കെയോ വരികയാണ്. അതെന്താണ്, അന്നത്തെ സ്റ്റേജ്, ഇപ്പോൾ നിങ്ങൾ സ്റ്റേജ് കാണുമ്പോൾ അന്ന് നിങ്ങൾക്കൊരു വേദന ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്റ്റേജിന്റെ അനുഭവം ഇല്ലേ, അത് നിങ്ങളെ ഉള്ളിലെ മനസ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് സ്റ്റേജ് ഫിയർ മാറണമെന്നുണ്ടെങ്കിൽ നീ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നിന്നെ കൊണ്ട് പറ്റും എന്ന് ഭയങ്കര മോട്ടിവേറ്റഡ് ആയി നമ്മളിങ്ങനെ ഊർജം കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. അന്നത്തെ വേദന ഉണ്ടായ ഒരു അനുഭവം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം കുട്ടിക്ക് മുന്നോട്ടേക്ക് വരാൻ വേണ്ടി പറ്റൂല. കാരണം ഉള്ളിലെ അനുഭവം പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അതിനെ മൈൻഡിൽ നിന്നിട്ട് ക്ലിയർ ചെയ്തെടുക്കണം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ വാഹനം ഓടിക്കാനുള്ള പേടി, ഒരു തവണ ആക്സിഡന്റ് പറ്റിയ ആളുകൾക്ക് അടുത്ത തവണ വാഹനം ഓടിക്കാൻ പേടി ഓട്ടോമാറ്റിക്കലി വരും. കാരണം എന്താണ്, ആദ്യം സംഭവിച്ചിട്ടുള്ള അതേ ഒരു അനുഭവം ഉള്ളിലുണ്ട്. അപ്പം വീണ്ടും വാഹനം റോഡും കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നിട്ട് ഫിയർ വരും. ബോധം കൊണ്ട് നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും. പക്ഷെ ഉള്ളിൽ നിന്നിട്ട് നമുക്കത് പറ്റണം എന്നില്ല. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. അപ്പോൾ നമ്മളെ ജീവിതത്തിലെ നിയന്ത്രിക്കുന്ന, നമ്മൾ ബോധം കൊണ്ട് കാണുന്ന അല്ലെ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ ഇത്രകാലം നടന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ആവശ്യമുള്ളത് മാത്രമല്ല ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടാവും. അതിലിപ്പം പറഞ്ഞ എക്സാമ്പിൾസ് മാത്രമല്ല, ചില സമയത്ത് നമ്മുടെ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അന്ന് പറഞ്ഞ വാക്കുകളോ ഇതൊക്കെ ഒരു മുറിവായിട്ട്, ഇതെല്ലാം മനസ്സിന്റെ മാലിന്യങ്ങളാണ് അല്ലെങ്കിൽ മനസ്സിന്റെ മുറിവുകളാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോ ശരീരത്തിന് ഒരു മുറിവ് പറ്റിയിട്ട് നിങ്ങൾ അത് കെയർ ചെയ്യാതെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് വർദ്ധിക്കും അല്ലെ. അതിന് എന്ത് പഴുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിന് പല ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ പനി, തലവേദന കാര്യങ്ങൾ അങ്ങനെയും വരും. പക്ഷെ നമ്മുടെ മനസ്സിന് വരുന്ന ഒരുപാട് മുറിവുകളുണ്ട്, മനസ്സിനെ ഏൽപ്പിക്കുന്ന ഒരുപാട് പ്രഹരങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞ വാക്കുകൾ, നിന്നെ കൊണ്ട് പറ്റൂല, നീ എവിടെ എത്തൂല, നീ അല്ലെങ്കിൽ നമ്മളെ ബന്ധങ്ങളിൽ ഉണ്ടാവുന്നതോ എന്തായിക്കോട്ടെ, ചില കാര്യങ്ങൾ നമ്മൾ തന്നെ പറയും ഞാൻ അവർക്ക് മരിച്ചാലും പുറത്തു കൊടുക്കൂല, അല്ലെ എന്നെ അന്ന് അവർ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും വാശി പിടിച്ചിട്ട് ആ വ്യക്തികൾക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവില്ല. പകരം നിങ്ങൾ ഞാൻ ഒരിക്കലും പുറത്തെടുക്കൂല എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടേതായിട്ട് മാത്രം എടുത്തു വെക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങളെ ഉള്ളിൽ തന്നെ കിടന്നിട്ട് എന്ത് ചെയ്യും, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യട്ടോ. അത് നിങ്ങളെ ഉള്ളിൽ തന്നെ കിടന്നിട്ട് നിങ്ങളെ ലൈഫിനെ തന്നെ കാർന്നു നിന്നുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ എടുത്തു വെക്കുന്ന മാലിന്യങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി നമുക്ക് വേണ്ടാത്ത പല അനുഭവങ്ങളും. ഒരു പാത്രത്തിൽ ഒരുപാട് വേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ അതിന്റെ ദുർഗന്ധം പുറത്തോട്ട് വരെ വരാൻ വേണ്ടി തുടങ്ങും. അതേപോലെ നമ്മളെ മനസ്സിലും നമ്മളെ പാസ്റ്റ് ലൈഫിൽ ഇത്രയും കാലം മുന്നേ നടന്ന പല വേണ്ടാത്ത അനുഭവങ്ങൾ, ഇഷ്ടമില്ലാത്ത ഓർമ്മകൾ, ഇത്തരം മാലിന്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ കിടന്ന് ആദ്യം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും. അതിന്റെ പല ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് ചിലപ്പോൾ ഉറക്കം വരില്ല, അല്ലെങ്കിൽ സ്ട്രെസ് വരും, ആങ്സൈറ്റി വരും, ഓവർ വരും. കാരണം എന്താണ്, ഇത്തരം ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും വരാനുള്ള വിത്ത് നിങ്ങൾ തന്നെ ഉള്ളിലിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒരു പരിധി കഴിഞ്ഞാൽ പുറത്തോട്ട് ദുർഗന്ധം വരുന്ന പോലെ മറ്റുള്ള ആൾക്കാരൊന്നും നമ്മൾ അടുത്തേക്ക് വരാതാവും, ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമില്ലാണ്ടാവും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരും. കാരണം എന്താ, നിങ്ങൾ പറഞ്ഞ വാക്കുകളിലേക്കാൾ ഉപരി നിങ്ങളെ എനർജി അവർക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ചിലപ്പോൾ അവർ തന്നെ അറിയൂല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ആളുകളുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ പോയിരുന്നു കഴിഞ്ഞാല് നമുക്കൊരു സമാധാനം ഇരിക്കും. കാരണം എന്താ, അവരെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രയും കാമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള നല്ല നല്ല ചില ആളുകളുണ്ട്.
നമുക്കൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും ചില ആളുകളുടെ അടുത്ത് വെറുതെ പോയിരുന്നാൽ മതി. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് കുട്ടികൾ. കുട്ടികളുടെ മനസ്സിൽ ഇത്തരം മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏതൊരു മരണ വീട്ടിൽ പോയാൽ പോലും നമ്മൾ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് കാമാവും, നമുക്കൊന്നൊരു ചിരി വരും. എത്ര ദേഷ്യം വന്ന ആൾക്കും കുട്ടികളുടെ ഫേസിലോട്ട് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു പോസിറ്റിവിറ്റി കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡിൽ ഇത്തരം ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ അടുത്തുള്ള പാർട്ട്ണർ ആയിക്കോട്ടെ, നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർക്കത് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പറയുന്നതിനോട് അവര് അതുപോലെ ചെയ്യണമെന്നില്ല, നമ്മളിൽ നിന്ന് വിട്ടു പോകാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്യാ, മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്നതിലപ്പുറം നമ്മൾ എന്നുള്ള വ്യക്തി നമ്മളെ ക്ലിയർ ചെയ്യുക. ഇത്തരം ഉള്ളിലുള്ള കാര്യങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്ന് ഇറങ്ങിത്തിരിക്കുന്നുവോ അന്ന് മുതൽ ആളുകൾ നിങ്ങളെ പരിഗണിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും എന്താ വിചാരിക്കുക, അവര് മാറട്ടെ, ഇവര് മാറട്ടെ, അവരുടെ ക്യാരക്ടർ മാറട്ടെ, അല്ലെ, അവരല്ലേ എന്നോട് അങ്ങനെ ചെയ്തത്, പിന്നെ എന്തിനാ ഞാൻ നോക്കുന്നത്, അവരല്ലേ മാറേണ്ടത്. പക്ഷെ അതിനപ്പുറം ജലാലുദ്ദീൻ റൂമിയൊക്കെ പറയുന്ന കാര്യമുണ്ട്, ഇന്നലെ വരെ ഞാൻ അതിബുദ്ധിമാനായിരുന്നു, അപ്പൊ ഞാൻ വിചാരിച്ച് ചുറ്റുമുള്ള എല്ലാവരും മാറട്ടെ, അപ്പൊ ഈ ലോകം തന്നെ നന്നാവും. പക്ഷെ ഇപ്പം ഞാനൊരു ജ്ഞാനിയായി മാറിയപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ എന്നുള്ള വ്യക്തി മാറിക്കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിലുള്ള എല്ലാവരും മാറിക്കോളും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരിക്കലും മോട്ടിവേഷൻ അല്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതവും മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഒരു ശില്പി, അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ശില്പി ശില്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിലോട്ട് പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യല്ലേ ചെയ്യാറുള്ളത്. ഒരു നല്ലൊരു കല്ലിനെ അതിൽ നിന്ന് വേണ്ടാത്ത ഭാഗങ്ങൾ കൊത്തി കൊത്തി കളയുമ്പോഴാണ് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശില്പമായി മാറാറുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ എന്നുള്ള വ്യക്തിനെ ഏറ്റവും നല്ല അടിപൊളി ആക്കണമെങ്കിൽ, നിങ്ങൾ എന്നുള്ള യഥാർത്ഥ വ്യക്തിനെ തിരിച്ചു കിട്ടണമെങ്കിൽ, അന്ന് പറഞ്ഞ ചെറുപ്പത്തിലൊക്കെ ഉള്ള പോലെ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഫുൾ ടൈം ഹാപ്പി ആയിട്ടുള്ള ജോയ് ആയിട്ടുള്ള എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കുന്നത് നമ്മളുണ്ടായിരുന്നല്ലോ. നമ്മളാണ് വലുത്, അല്ലെ, ഞാൻ അത് തന്നെ ഈഗോ അല്ല കേട്ടോ, എനിക്ക് മൂല്യമുണ്ട് എന്ന് വിചാരിക്കുന്ന നമ്മളുണ്ടായിരുന്നല്ലോ. ആ നമ്മളിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്, നമ്മളല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുമ്പോഴാണ് ഏറ്റവും നല്ല നമ്മളെ കിട്ടുക. അല്ലാതെ നിങ്ങളായി മാറാൻ, യഥാർത്ഥ നിങ്ങളായി മാറാൻ നിങ്ങൾ എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നാളെ മുതൽ ഞാൻ കോൺഫിഡൻ്റ് ആവും, എന്നെ കൊണ്ട് പറ്റും അയക്കാൻ. ഇതൊക്കെ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് കുറച്ചു നേരം പറയുമ്പോൾ ഒരു എനർജി കിട്ടുന്നല്ലോ. പക്ഷെ നിങ്ങളെ കോൺഫിഡൻ്റ് ആയി മാറ്റുന്നതിൽ നിങ്ങളെ തടയുന്ന കാര്യം എന്താ, അത് നോക്കുക, അതിനെടുത്ത് കളയുക, നിങ്ങളെ കിട്ടും. നിങ്ങളെ ഹാപ്പിനെസ് കളയുന്ന കാര്യം എന്താ, അത് നിങ്ങളിൽ നിന്ന് എടുത്തു കളയുക, നിങ്ങളെ കിട്ടും. നമ്മൾ വിചാരിക്കുന്ന പോലെ സന്തോഷം സമാധാനം ഒരിക്കലും പുറത്ത് തേടിയിട്ട് ഉള്ളിൽ നടക്കേണ്ട ഒരു കാര്യമേ അല്ല. നിങ്ങളെ സന്തോഷം സമാധാനമായിട്ടും ജീവിക്കാൻ തടസ്സപ്പെടുത്തുന്ന എന്ത് കാര്യമാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത്, അതിനെടുത്ത് കളയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഫോട്ടോയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കണ്ണടച്ചൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് 5 മിനിറ്റിന്റെ മെഡിറ്റേഷൻ പ്ലേ ചെയ്ത്, ആ സമയത്ത് എന്താണ്, നമ്മൾ പുറത്ത് തേടി അലയല്ല ചെയ്യുന്നത്, നമ്മൾ നമ്മളെ ഉള്ളിലോട്ടാണ് നോക്കുന്നത്. നമ്മളെ ഉള്ളിൽ നമ്മൾ നല്ല വേർഡ്സും കാര്യങ്ങളും കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ആ എനർജി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത്. അപ്പം ഇവിടെ നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ, ഒരുവിധം എല്ലാവർക്കും നമ്മളെ ഏറ്റവും ബെസ്റ്റ് സെൽഫിനെ എവിടേക്കോ മിസ്സായി പോയിട്ടുണ്ടാവും. ഈവൻ എനിക്ക് പോലും നമ്മളെ ബെസ്റ്റ് സെൽഫിനെ എവിടേക്കോ മിസ്സായിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, ആ സ്ഥലത്ത് പോവുക, എവിടാണോ മിസ്സായിട്ടുള്ളത് അതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കിട്ടും എന്നുള്ളതാ. നേരത്തെ പറഞ്ഞ ശില്പി ശില്പം ഉണ്ടാക്കുന്ന പോലെ ആ കല്ലിൽ നിന്നിട്ട് വേണ്ടാത്ത ഭാഗങ്ങളെ കുത്തിക്കളയുമ്പോഴാണ് നല്ല ശില്പമാവുക. അതേപോലെ നിങ്ങൾ എന്നുള്ള വ്യക്തിക്ക് ഇപ്പോഴും യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങളുടെയോ മറ്റുള്ളവരെ നമ്മളെ പറഞ്ഞ വാക്കുകളുടെയോ അല്ലെങ്കിൽ നമുക്കുണ്ടായ പരാജയങ്ങൾ, നഷ്ടങ്ങൾ, നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്വയത്തിനെ മൂല്യം കുറച്ച് കാണരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സൃഷ്ടാവ് പറയാണ് എൻ്റെ ഏറ്റവും ഉത്തമ സൃഷ്ടി മനുഷ്യനാണെന്നുള്ളത്. പക്ഷെ നമുക്ക് മാത്രം അത് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമുക്ക് വിശ്വസിക്കാം, പക്ഷെ ഞാനല്ല, വേറെ ആരോ ആണ്. അവരടിപൊളിയാ, ഇവരടിപൊളിയാ, പക്ഷെ ഞാനല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മൻ അറഫ നഫ്സ അറഫ റബ്ബ. ആരാണോ സ്വയത്തിനെ കണ്ടെത്തിയിട്ടുള്ളത് അവർക്ക് അവരുടെ സൃഷ്ടാവിനെ കൂടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാത്തോടത്തോളം കാലം നിങ്ങളിലുള്ള നിങ്ങളെ ദൈവത്തിനെയും ദൈവത്തിന്റെ അംശത്തെയും നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റില്ല.
സ്വയത്തിനെ കീഴടക്കിയവനോ ഈ ലോകത്തിനെ എല്ലാം കീഴടക്കി എന്നുള്ളതാണ്. കാരണം എന്താണ്, നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് ഈ ഒരു ലോകത്തിന്റെ ആ ഒരു സീക്രട്ട് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, നമ്മളെ ലൈഫ് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് എനിക്കുണ്ടായ പരാജയം, മറ്റുള്ളവർ എന്നെ കുറിച്ച് പറഞ്ഞത്, എനിക്കുണ്ടായ നഷ്ടം, എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ, ഇതെല്ലാം ഒന്ന് എന്ത് ചെയ്യും, അടുക്കി പൊറുക്കി കൂട്ടിയിട്ട് എനിക്കുള്ള വില ഞാൻ തന്നെ നിശ്ചയിക്കും. അങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മൾ സീറോ ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാന്നുള്ളത്. ഒരിക്കലും മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളതോ അവർ കാരണം നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളോ ഇതൊന്നും നിങ്ങളെ തെറ്റല്ല. പക്ഷെ നിങ്ങളെ തെറ്റ് എവിടെയാണ്? ഇതൊക്കെ കേട്ടിട്ട് സ്വയത്തിന്റെ മൂല്യം തന്നെ കുറച്ച് കണ്ടിട്ട് എനിക്ക് ജീവിതത്തിൽ ഇനി വിജയിക്കാനുള്ള കഴിവൊന്നുമില്ല, എനിക്ക് വിജയിക്കാനുള്ള, ഞാൻ ഡിസേർവിങ് അല്ല, ഞാൻ സ്നേഹത്തിനൊന്നും ഞാൻ അർഹിക്കുന്നില്ല, നല്ലതൊന്നും എൻ്റെ ജീവിതത്തിലോട്ട് ഇനി വരൂല എന്ന് സ്വയം തന്നെ വിലയിരുത്തുന്നത് നിങ്ങളെ തെറ്റ് തന്നെയാണ്. മറ്റുള്ളവർ നമുക്ക് മുറിവുകൾ തന്നേക്കാം, പല അനുഭവങ്ങളും പല നഷ്ടങ്ങൾ തന്നേക്കാം. അത് നിങ്ങളെ തെറ്റില്ല, അത് നിങ്ങൾക്ക് തടയാനും പറ്റൂല. പക്ഷെ അത് കേട്ടിട്ട് സ്വയത്തിനെ തന്നെ മൂല്യം കുറച്ച് കാണുക, ജീവിതത്തിന് മൂല്യം കുറച്ച് കാണുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങളെ തെറ്റാണ്. നമ്മളുണ്ടല്ലോ ഈ ചുറ്റുമുള്ളവരെയും പരാതി, അല്ലെങ്കിൽ മറ്റുള്ളവരെയും പല സാഹചര്യങ്ങളെയും പരാതി പറഞ്ഞിട്ടാണ് ഇന്നത്തെ വേൾഡിലുള്ള ഏകദേശം 96% ആളുകൾ ഇരിക്കുന്നത്. ബാക്കി 4%, 4% ആളുകൾ മാത്രമേ അവരവരെ മാറ്റണം എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചിട്ടുള്ളൂ. അതിൽ 1% ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ് ആയി മാറിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ കണ്ട സമയത്ത് സോ ഹാപ്പി. സെൽഫിന് വേണ്ടിയിട്ട്, സ്വയത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും എന്നിൽ എന്ത് മാറ്റം കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ആളുകൾ മാത്രമേ ഇവിടെ എത്തിപ്പെടാറുള്ളൂ. എല്ലാത്തവർക്ക് ഈ ഒരു വൈബ്രേഷനിലോട്ട് അവർ കടക്കൂല, അവർ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ ഈ ലിങ്ക് ഒരുപാട് ആളുകളിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ അവർ വിചാരിച്ചാലും ഈ ഒരു എനർജി, ഇതിനൊക്കെ ഒരു വൈബ്രേഷൻ ഉണ്ട്. അതിലോട്ട് നിങ്ങൾ മാച്ച് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തും എന്നുള്ളതാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കും എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ബാക്കി 96% ആളുകളും ചുറ്റുമുള്ളവരെയും സാഹചര്യങ്ങളെയും പരാതി പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ സങ്കടപ്പെട്ടിട്ടിരിക്കും. എൻ്റെ വിധിയാണ്, എൻ്റെ വിധിയാണ്. ഈ വിധിന്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളടുത്ത് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ പല കാര്യങ്ങളും, ഇത് നിന്റെ വിധിയാണ്, ഇതൊരിക്കലും മാറൂല, ഇതിന്റെ അപ്പുറത്തേക്ക് നിനക്ക് ജീവിതമില്ല, എപ്പെങ്കിലും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ചില നഷ്ടങ്ങളോ മരണങ്ങളോ ഒക്കെ നമുക്ക് അങ്ങനെ തോന്നിയേക്കാം. പക്ഷെ അതല്ലാതെ നമ്മൾ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടാറുണ്ട്. ഇതെന്റെ വിധിയാണ്, ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും മാറൂല, ഇത് ഞാൻ അനുഭവിച്ചേ തീരൂ. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾ. യു ആർ വാട്ട് യു ബിലീവ് യുവർ സെൽഫ്. നിങ്ങൾ എന്താണോ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് അതാണ് നിങ്ങൾ. ഒരു സിംഹം തന്നെ കുറിച്ചിട്ട് ഞാനൊരു പൂച്ചക്കുട്ടിയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ സിംഹത്തിന് ഒരു പൂച്ചക്കുട്ടിന്റെ പോലത്തെ കഴിവേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു പൂച്ചക്കുട്ടി ഞാനൊരു സിംഹമാണ് എന്നുള്ള രീതിയിൽ വിചാരിക്കുകയാണെങ്കിലോ, അത് സിംഹമാവാൻ ബോഡി അങ്ങനെ ആയിട്ടില്ലെങ്കിലും അതിന്റെ ഉള്ളിൽ ആ ഒരു ശക്തി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താണോ നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത് അത് നമ്മൾ ഫസ്റ്റ് മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് നമ്മളല്ലാത്ത എന്തൊക്കെയോ ഭാരങ്ങളും ചുമന്നാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരം ഭാരങ്ങളെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്, നിങ്ങൾ ഒരു മല കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൽ ഇത്രയും കാലം കിട്ടിയിട്ടുള്ള ഒരുപാട് ഇഷ്ടമില്ലാത്ത അനുഭവങ്ങളും ഇത്തരം ഇമ്പ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ, ഇതെല്ലാം ഒരു ചാക്കിൽ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ തലയിൽ കയറ്റി വെച്ചിട്ട് മല കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മല മുന്നോട്ട് കയറാൻ വേണ്ടി പറ്റൂല. കാരണം അതിന്റെ ഭാരം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ താഴോട്ടേക്ക് വീഴും, അല്ലെങ്കിൽ നിങ്ങൾ കിതക്കും, മുന്നോട്ട് കയറാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ലൈഫിൽ സ്റ്റക്കായി പോയി എന്ന് പറയുന്ന ആൾക്കാരില്ലേ, ലൈഫിന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകളില്ലേ, മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവരൊക്കെ ഒരുപാട് ഭാരം എടുത്തു വെച്ചിട്ടുണ്ട്. അത്തരം ഭാരങ്ങൾ നിങ്ങൾ എന്ന് ഇറക്കി വെക്കുന്നോ അന്ന് മുതലേ നിങ്ങൾക്ക് മുന്നോട്ട് ഈസി ആയിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് തോന്നും. ഇതിപ്പോ ഞാൻ എങ്ങനെയാ ഭാരം ഇറക്കി വെക്കുക, എന്നിൽ നിന്ന് ഞാനല്ലാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് എടുത്തു മാറ്റുക എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അതിലൊരു തെറ്റുമില്ല, അത് നമ്മൾ ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടോ അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊണ്ടോ ഉപദേശം കൊണ്ടോ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ഇത്. അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് തന്നെ തോന്നിയേക്കാം ഒരുപാട് മോട്ടിവേഷൻ ഞാൻ കേട്ടല്ലോ, പക്ഷെ എനിക്ക് മാറ്റം സംഭവിക്കുന്നില്ല. നിങ്ങളെ മാറ്റത്തിനെ തടയുന്ന കാര്യങ്ങൾ നിങ്ങളെ ഉള്ളിലാണുള്ളത്. അതിനെ നിങ്ങൾ കളയാതെ പുറത്ത് ഒരുപാട് പൗഡർ ഒന്നും ഇട്ടിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ നിന്നിട്ട് എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ. ഖുർആനിലെ സൂറത്ത് റഅദിൽ പറയുന്ന കാര്യമുണ്ട്, ലാ യുഗയ്യിറുല്ലാഹു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറുല്ലാഹു മാ ബി അൻഫുസിഹിം.
അതുപോലെ ഒരു കാര്യം തന്നെ പറയാം, ഏതൊരു വേദഗ്രന്ഥത്തിലും എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി, എവറി മാൻകൈൻഡ്, എല്ലാ ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അതായത് ഏതൊരു ജനതയും അവരുടെ ഉള്ളിലുള്ള കാര്യത്തെ മാറ്റാതെ അവരുടെ പുറത്തുള്ള കാര്യത്തെ മാറ്റൂല എന്നുള്ള കാര്യം. ഇപ്പൊ നേരത്തെ പറഞ്ഞ വണ്ടിന്റെ കാര്യം പറഞ്ഞല്ലേ, വാഹനം ഓടിക്കാൻ പേടി, കാരണം മുന്നേ ആക്സിഡന്റ് ആയിട്ടുണ്ട്. ആ ഉള്ളിലുള്ള ആ ഫിയറിനെ എടുത്തു കളയാതെ വീണ്ടും വാഹനം ഓടിക്കാൻ വേണ്ടി ആ കുട്ടിക്ക്, ആ ആൾക്ക് പറ്റൂല എന്നുള്ളതാ. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മളൊക്കെ ചെറുപ്പത്തില്, അതായത് കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഉപകാരപ്പെട്ടേക്കാം. ചെറുപ്പത്തിൽ നമ്മൾ പാറ്റ, പല്ലി ഇത്തരം സംഭവങ്ങളെ കാണുന്ന സമയത്ത് നമ്മുടെ പാരൻസ് ഒക്കെ നമ്മളത് എടുത്തിട്ട് വീങ്ങണ്ട എന്ന് വെച്ചിട്ട് നമ്മളോട് പറയും, മോനെ മോളെ അത് കഴിക്കണ്ട, അത് കടിക്കും, അത് നിന്നെ പിടിച്ച് വീങ്ങും എന്നൊക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യും? പാറ്റ സീക്വൽ ടു പേടി ഉള്ളിൽ കയറി. പിന്നെ നിങ്ങളുടെ ഉള്ളിലെ മനസ്സിൽ അത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എത്ര വലിയ വയസ്സായ എത്ര ആളായാലും ആ പാറ്റിനെ കാണുമ്പോഴേക്ക്, ചില ആളുകൾ ഉണ്ടല്ലേ, എത്ര വലിയ ആൾക്കാരെല്ലാം കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? കൂവി വിളിക്കും അല്ലെങ്കിൽ പേടിക്കും. അതെന്താ? അന്നത്തെ ആ പേടി ഉണ്ടല്ലോ, ആ പാറ്റിന്റെ ഫോട്ടോ കണ്ടപ്പോഴേക്ക് മനസ്സ് പണ്ടത്തെ ഓർമ്മിപ്പിച്ചതാണ്. അതേപോലെ നമ്മളെ ലൈഫിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾ എടുത്തു കളഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള, അന്നത്തെ കുട്ടീനെ പോലത്തെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള, വാട്ട് അതേഴ്സ് തിങ്കിങ് ഇല്ലാത്ത, എന്നെ കൊണ്ട് എല്ലാം പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാളായി നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയാറുള്ളത്. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് കളഞ്ഞാലേ ആ ഒരു കമ്പ്യൂട്ടർ പഴയ രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. നമ്മളെ ഫോണൊക്കെ ഹാങ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് വേണ്ടാത്ത ഫയലിനെ നമ്മൾ എടുത്തു കളയുന്ന സമയത്തെ എന്ത് ചെയ്യാം? ഫോൺ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ നമ്മളെ ഉള്ളിലുണ്ട് ഇത്തരം കാര്യങ്ങൾ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? റീപ്രോഗ്രാമിങ് ചെയ്തെടുക്കണം. ഓൾറെഡി ഉള്ള പ്രോഗ്രാമുകൾ, അതായത് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒന്നുമല്ല, അല്ലെങ്കിൽ എനിക്ക് എന്നും പ്രശ്നങ്ങളാണ്, എന്നെ ആർക്കും ഇഷ്ടമില്ല, അല്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിച്ച ആക്സിഡന്റ് പറ്റും, ആനന്റെ പറഞ്ഞ പോലെ ചങ്ങല കാലിലിട്ടത് കൊണ്ട് എനിക്കിനി സ്വാതന്ത്ര്യമില്ല, ഇങ്ങനെ ഒരുപാട് തെറ്റായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. അത് ചിലപ്പം നമ്മൾക്ക് ആരെങ്കിലും തന്നതോ നമുക്ക് സ്വയം ഉണ്ടായ അനുഭവങ്ങളോ പലതായിരിക്കാം. അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജിന്റെ അനുഭവം, ടീച്ചേഴ്സ് പറഞ്ഞ് നിന്നെ കൊണ്ട് പാടാൻ പറ്റില്ല, പിന്നെ എത്ര പാടാൻ കഴിവുള്ള കുട്ടിയാണെങ്കിലും പിന്നെ പാടാൻ അവർക്ക് വേണ്ടി സാധിക്കില്ല. കാരണം എന്താ? അന്ന് പറഞ്ഞൊരു വാക്ക് അവരുടെ ഉള്ളിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ പാരന്റൽ ഫിഗേഴ്സ്, നമ്മുടെ ടീച്ചേഴ്സിൽ നിന്നും പാരൻസിൽ നിന്നും കേൾക്കുന്ന ഇത്തരം വാക്കുകളാണ് എന്ത് ചെയ്യുക? ഒരു വ്യക്തിയുടെ ജീവിതത്തെ, പാരന്റൽ ഫിഗേഴ്സ് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കൂലേ? നമ്മൾ നമ്മളെക്കാളും അവർ പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കും എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വളർന്നു വരുന്ന കാലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്ന പോലെ അവരെ ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടി നോക്കുന്ന കാര്യം. നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ആ കുട്ടി അത് വിശ്വസിക്കും. പകരം നിന്നെ കൊണ്ട് പറ്റും, നീ എന്തായാലും ചെയ്യും എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് നിങ്ങൾ ഉള്ളിലിട്ട് കൊടുത്താൽ അതുപോലെ വിശ്വസിച്ചിട്ട് ലൈഫിൽ സക്സസ്സിൽ എത്തും എന്നുള്ളതാണ്. അപ്പം നമ്മൾ പലപ്പോഴും നെഗറ്റീവാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആവും പിന്നെയുള്ള ആ കുട്ടീൻ്റെ ലൈഫ് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു സ്ലൈഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഈ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയാറുള്ളത്. ഓക്കെ, മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മൈൻഡ് പവർ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലെ മനസ്സിൽ പോയിട്ട് നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള, നമുക്ക് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന, നമ്മളല്ലാതാക്കി മാറ്റുന്ന കുറേ കാര്യങ്ങളെ നമ്മൾ കറക്റ്റ് സയന്റിഫിക്കലി ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എടുത്തു മാറ്റുന്ന ഒരു പ്രോസസ്സാണെന്നുള്ളത്. അത് ജസ്റ്റ് കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല, പ്രവർത്തിച്ചാലേ മാറ്റം വരുള്ളൂ. അത് മിനിമം 21 ദിവസം അതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. 90 ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു കാര്യം ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, ആ ട്രെയിനർ പറഞ്ഞ് കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. അവര് എന്തൊക്കെ നിങ്ങളെ ബോഡീന്റെ വെയിറ്റ് കുറയാനാണോ കൂട്ടാനാണോ അതിന് വേണ്ട പ്ലാന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കും. നമ്മൾ കാണാറുണ്ട്, എത്ര തടി കൂടിയ ആൾക്കാരാണെങ്കിലും അവർ പറഞ്ഞ രീതിയിൽ ചെയ്താൽ ആ മാറ്റം ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഈ ഒരു 90 ദിവസത്തോളം നിങ്ങൾ ഈ കാര്യങ്ങൾ ശരീരത്തിന് ഭക്ഷണം കഴിക്കുന്ന പോലെ
അല്ലെ, നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നുള്ള യഥാർത്ഥ വ്യക്തിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളെ യഥാർത്ഥ കോൺഫിഡൻസും നമ്മളെ മൈൻഡിനെ കൊണ്ട് ഒരു ലിമിറ്റും ഇല്ല എന്നുള്ളതാണ് മൈൻഡിന്. പക്ഷെ മൈൻഡിൽ മുറിവുകൾ ഇട്ട് കൊടുത്താലോ അത് തന്നെ നമ്മുടെ ലൈഫിനെ സ്റ്റക്കാക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 90 ദിവസം നിങ്ങൾ കറക്റ്റ് രാവിലെ രാത്രി ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരാളായിട്ട്, ഈവൻ നമ്മുടെ കോശതലത്തിൽ സെല്ലുലാർ മെമ്മറിയിലടക്കം നമ്മുടെ ബോധങ്ങൾ മാറും എന്നുള്ളതാ. നമ്മൾ എന്നുള്ള വ്യക്തി പുതിയ ഒരാളായിട്ട് മാറും എന്നുള്ളതാ. പുതിയ ഒരാളായിട്ട് മാറില്ല, യഥാർത്ഥ നിങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നേരത്തെ പറഞ്ഞ ശില്പത്തിന്റെ പോലെ നിങ്ങളിൽ നിന്ന് നിങ്ങളല്ലാത്ത കാര്യങ്ങളെ നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥ നിങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ആം വാട്ട് ഐ ബിലീവ്. ഞാൻ എന്താണോ എന്നെക്കുറിച്ച് വിശ്വസിക്കുന്നത് അതാണ് ഞാൻ. ഇവിടെ പറഞ്ഞല്ലോ, ഒരു പൂച്ചക്കുട്ടി സ്വയം വിശ്വസിക്കുക ഞാനൊരു സിംഹമാണ്, അതിൻ്റെ ഇന്റേണൽ ശക്തി, ആ ഒരു സ്ട്രോങ്, എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാനും നേരിടാനുള്ള ആ ഒരു ശക്തി എന്ന് പറഞ്ഞത് ഒരു സിംഹത്തോളം ഉണ്ടാവും. അതേപോലെ നിങ്ങൾ എന്നുള്ള വ്യക്തിക്ക് എത്ര ബലഹീനത ഉള്ള ആളാണെന്നുണ്ടെങ്കിലും, നമ്മളിപ്പോൾ ഒരുപാട് ശരീരത്തിന് പരിമിതികളുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലേ, നിക് ബ്യൂജിസിസ് അല്ലെങ്കിൽ മുനീബ മസാരി, ഇങ്ങനെ കുറെ ആളുകൾ അല്ലെ, ഭയങ്കരമായിട്ട് ലോകത്തിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവരുടെ ശരീരത്തിന് നല്ല പരിമിതിയുണ്ട്, പക്ഷെ മനസ്സിൽ അവർ നല്ല സ്ട്രോങ് ആണ്. അവരെ കുറിച്ചിട്ട് അവർ നല്ല സ്ട്രെങ്ത്തിൽ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിനെ കീഴടക്കാൻ പോലും അവരെത്തിയിട്ടുണ്ട് എന്നുള്ള ലെവലിലാണ്. ഒരിക്കലും ശരീരമോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ നമ്മുടെ കുടുംബ ബന്ധമോ നമ്മളെ സർട്ടിഫിക്കറ്റോ നമ്മൾ എത്ര പഠിച്ച് ഇതൊന്നുമല്ല നമ്മളെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മളെ വിജയത്തിലെത്തുന്നതും നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ അതാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരാൾ മൈൻഡിൽ ഭയങ്കര ഹാപ്പിയാണ്, കാമാണെന്നുണ്ടെങ്കിൽ അവർ സീറോയിൽ പോയാലും ലൈഫിൽ എത്ര പരാജയം വന്നു കഴിഞ്ഞാലും അവർ തളരൂല. ഓക്കെ, അവർക്ക് മുന്നോട്ട് ഇറങ്ങി വരാനും വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സമയം കുറച്ച് വിഷമിച്ചാലും അവർ അതിൽ നിന്നിട്ട് എഴുന്നേറ്റ് വരും. നമ്മളെ ഗൈഡ് പറയാറുണ്ട്, മക്കളെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തളർന്നാലും നിങ്ങൾ തകരൂല. അതായത് നമുക്ക് ചിലപ്പോൾ ആ സമയം കുറച്ച് വിഷമം വരും, പക്ഷെ നമ്മൾ തകരൂല, നമ്മൾ എഴുന്നേറ്റ് വരും. അല്ലെങ്കിൽ നമുക്ക് അതിനൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് ലൈഫിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, കുടുംബമുണ്ട്, പണമുണ്ട്, എല്ലാം നിങ്ങൾക്ക് ഉണ്ടായാലും നിങ്ങളെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളെ സമ്പത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല, നിങ്ങളെ കുടുംബബന്ധം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, നിങ്ങളെ ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾ കാണാമല്ലോ, ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ അവരവരുടെ മൈൻഡിന് വേണ്ടിയിട്ട് കോച്ചിങ്ങും കാര്യങ്ങളും എടുക്കാറുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് അവരവരുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം എന്താ, മൈൻഡ് സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ മൈ വേർഡ് ഈസ് മൈ ബിലീഫ്. ഞാൻ എന്താണോ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ലോകം. ഞാൻ അങ്ങനെ വിചാരിക്കണം. നമ്മൾ പറയാറുണ്ടല്ലേ, എന്ത്, ഞാൻ എങ്ങനെ വിചാരിക്കുകയാണ് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ കൊറോണ തന്നെ ഒരു എക്സാമ്പിളാ. ഒരുപാട് ആളുകൾ പറഞ്ഞ് കൊറോണ കാരണം ലൈഫ് നഷ്ടപ്പെട്ട് എൻ്റെ ബിസിനസ് പോയി, ജീവിതം പരാജയപ്പെട്ട്. ഇപ്പോഴും അതേ പരാതി പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കൊറോണയെ അവസരമാക്കി എടുത്തിട്ട് പല അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുത്തിട്ട് കേക്ക്, പുഡിങ് അല്ലെങ്കിൽ ചെടി അല്ലെങ്കിൽ പല ഓൺലൈൻ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എവിടെയെങ്കിലും എത്തിയ ആളുകളുണ്ട്. അപ്പം നിങ്ങൾ എന്താണോ നിങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങളെ ജീവിതത്തെ കുറിച്ച് വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾ. അത് നിങ്ങൾ എന്ന് മാറ്റാൻ തയ്യാറാവുന്നോ അന്ന് മുതലേ നിങ്ങളെ ജീവിതം മാറുള്ളൂ എന്നുള്ളത്. നമ്മൾ പണ്ട് കഥകളിൽ കേട്ട പോലെ മായാവി വരുംല്ലേ, ചെറുപ്പത്തിൽ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. മായാവി വരും, രാജകുമാരൻ വന്ന് രാജകുമാരനെ രക്ഷിക്കും. ഇത്തരം കഥകളൊന്നും ലൈഫിന് ഒരിക്കലും മാറ്റാൻ വേണ്ടി പോകില്ല. അല്ലെങ്കിൽ ഞാൻ നാളെ റെഡി ആവും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും, ഇതൊരുപാട് മോട്ടിവേഷൻ എടുത്തിട്ടും കാര്യമില്ല. നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റിയേ റെഡി ആവും. അതേപോലെ തന്നെ നിങ്ങളെ കുറിച്ച് എന്താണോ വിശ്വസിക്കുന്നത് അതും നമ്മൾ മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞു, പല ആളുകളും നമ്മളെ കുറിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാവും നമ്മൾ നമ്മളെ വിചാരിക്കുന്നത്. അവര് പറഞ്ഞു ഞാൻ ഓക്കെ അല്ല, അവര് പറഞ്ഞു ഞാൻ സീറോ ആണ്, അവര് പറഞ്ഞു എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. അപ്പൊ ഞാൻ സ്വയം വിചാരിച്ച് ഞാൻ സീറോ ആണ്, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഞാൻ ഈ ലൈഫ് ലോങ് കരഞ്ഞിരിക്കണം. അവരും ഇവരും പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബിലീവ്, നിങ്ങൾ എന്താണ് നിങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നത് അത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളെ ഒരു മോട്ടിവേഷൻ രീതിയിൽ നിങ്ങളോട് പറഞ്ഞാൽ ഇന്ന് നിങ്ങളിത് കേട്ടിട്ട് പോകും, കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഏരിയയിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടേക്കാം. പക്ഷേ ഇതൊക്കെ ഉണ്ടായാലും തടസ്സം നിങ്ങളുടെ ഉള്ളിലാവുന്ന കാലത്തോളം അതിനെ അവിടെ നിന്ന് എടുത്തു മാറ്റാതെ നമുക്ക് മുന്നോട്ട്
കുതിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല എന്നുള്ള കാര്യം. കാരണം എന്താണ്, ഉള്ളിൽ നിന്നിട്ട് നമ്മളെ പിന്നോട്ടേക്ക് എപ്പോഴും വലിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെയാണ് എന്ത് ചെയ്യുക, മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ വൈറസ് ഉണ്ടെങ്കിൽ അതിനെ അവിടുന്ന് മാറ്റാതെ ശരിയാവില്ല, നമ്മൾ എന്തെങ്കിലും ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഓരോ ഡേ ബൈ ഡേ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെല്ലുലാർ മെമ്മറി, കോശതലത്തിൽ പോലും നമ്മൾ പുതിയൊരാളായിട്ട് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്താണ് പണ്ട് വേദനിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ, നമ്മളെ കുറ്റം പറഞ്ഞത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നിട്ട് ഡേ ബൈ ഡേ നിങ്ങളെ സെല്ലുകളിൽ നിന്നടക്കം മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ നിങ്ങൾ പുതിയൊരാളായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ കാര്യങ്ങൾ പല ആളുകൾക്കും ഇതൊരു അവയർനെസ് പോലും ഇല്ല, ഇത് ഇങ്ങനെയാണ് എന്ന് പോലും അറിയില്ല. ഈവൻ എനിക്ക് പോലും അറിയില്ലായിരുന്നു ഈ ഒരു ഫീൽഡിലോട്ട്. ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നിൽ ചേഞ്ചസ് കൊണ്ടുവന്നപ്പോൾ, ഇപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നുണ്ടല്ലോ. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ഒരു കുട്ടീനോട് പോലും സംസാരിക്കാത്ത, എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം, സംസാരിക്കാത്ത ഒരു ബാക്ക് ബെഞ്ചർ, മിഡിൽ ബെഞ്ചർ ആയിരുന്നു. പക്ഷെ മുന്നോട്ടൊന്നും വരാത്ത, ഒരു സ്റ്റേജ് ഷോയിൽ പോലും പങ്കെടുക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ എന്താണ്, ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മിൽ മാറ്റം വരാൻ തുടങ്ങിയപ്പോഴാണ് ഡേ ബൈ ഡേ ശരിക്കും നമുക്ക് നമ്മളെങ്ങനെ തിരിച്ചു കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. ഒന്ന് ആലോചിക്കുക, നമുക്ക് നമ്മളെ തിരിച്ചു കിട്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്ത് സന്തോഷം ഉണ്ടാവും, എന്ത് സമാധാനം ഉണ്ടാവും. നമ്മൾ ആരെയും പേടിച്ച് ഒളിച്ചിരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന് കരുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ ഫുള്ളായിട്ട് നമ്മുടെ ഫുള്ള് കൊടുത്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, അതിന്റെ മുന്നേ ഒരുപാട് മോട്ടിവേഷൻസും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് എനർജി കാര്യങ്ങൾ കിട്ടാറുണ്ട്. പലപ്പോഴും നമുക്കൊന്ന് മുന്നോട്ട് വരാൻ മോട്ടിവേഷൻ ആവശ്യമുണ്ടാവാറുണ്ട്. പക്ഷേ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, മാറ്റമാണല്ലോ വേണ്ടത്, ട്രാൻസ്ഫോർമേഷൻ ആണ് വേണ്ടത്. ഇന്നലെയും ഞാൻ ഒരുപോലെ, കഴിഞ്ഞ വർഷം ഞാൻ ഒരുപോലെ, അതിന്റെ മുന്നത്തെ വർഷം ഞാൻ ഒരുപോലെ, എൻ്റെ എന്താണ്, അന്നൊക്കെ ഒരുപോലെ. പക്ഷെ ഞാൻ ഡേ ബൈ ഡേ എൻ്റെ പെർഫോമൻസ് കുറഞ്ഞു വരികയാണ്, ഹാപ്പിനെസ് കുറഞ്ഞു വരികയാണ്, സമാധാനം കുറഞ്ഞു വരികയാണ്. ഈ താഴോട്ടാണോ നിങ്ങളെ ഗ്രാഫ്? ഇതല്ല ലൈഫിൽ വേണ്ടത്. നമ്മൾ മുന്നോട്ട് പോകും തോറും അടുത്ത പടി നമുക്ക് കയറാൻ വേണ്ടി പറ്റണം. ഇപ്പോഴുള്ള നിങ്ങളെക്കാൾ അടുത്ത ഒരു നല്ല നിങ്ങളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റണം. ആ ഒരു സമയത്ത് മാത്രമേ ലൈഫിനെ എൻജോയ് ചെയ്യാനും ഹാപ്പി ആവാനും സമാധാനം കിട്ടാനൊക്കെ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ്. പുറത്ത് ചിലപ്പോൾ നമ്മൾ യാത്ര പോകും, പാട്ട് കേൾക്കും, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നിങ്ങളെ സമാധാനത്തെ കെടുത്തുന്ന കാര്യം നിങ്ങളുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടായ മുന്നത്തെ എന്തെങ്കിലും അനുഭവങ്ങളാണെന്നുണ്ടെങ്കിൽ, അതിനെ ഉള്ളിൽ അവിടെ തന്നെ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ പുറമെ ഇത് തേടിയിട്ട് എന്താ കാര്യം? പകരം ഉള്ളിലുള്ള ഈ ബ്ലോക്കുകൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഹാപ്പി ആയിട്ട് ഇരുന്നൂടെ എന്നുള്ളതാണ്. അപ്പം ഇതാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ കുറിച്ചിട്ട് അവയർനെസ് തരിക എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കടമയാണ് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടോ, നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം, നിങ്ങൾ റെഡി ആവണം എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇന്ന് ഏകദേശം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഇനി എങ്ങനെ ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മതി, നമ്മളിപ്പോൾ ഒരു സൂമിലിരുന്ന് ഒറ്റയിടെ കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത ആളുകളാണ്. നിങ്ങളുടെ ലൈഫിൽ ഓരോരുത്തരുടെ ആളുകളും വ്യത്യസ്ത സംഭവങ്ങൾ, കാര്യങ്ങൾ, അനുഭവങ്ങൾ നടന്നു പോയിട്ടുണ്ട്. അപ്പൊ അതിനെ ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ ജിമ്മിൽ പോയ പോലെ, നമ്മൾ അവിടെ പോയി വർക്കൗട്ട് ചെയ്യണ പോലെ അല്ലെ, ജിമ്മിൽ എല്ലാവരും ഒരേ വർക്കൗട്ടാണോ ചെയ്യുക? അല്ല, ഓരോരുത്തരും പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി എല്ലാ മന്തും ഗ്രൂപ്പ് കോച്ചിങ്ങും നടത്താറുണ്ട്, പേഴ്സണൽ കോച്ചിങ്ങും നടത്താറുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ഗ്രൂപ്പ് കോച്ചിങ് വേണമെന്നുണ്ടെങ്കിലോ പേഴ്സണൽ കോച്ചിങ് വേണമെന്നുണ്ടെങ്കിലോ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം, കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്ക് നിങ്ങളെ അനുഭവങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇവിടെ അതിന്റെ സൊല്യൂഷൻ തരാൻ വേണ്ടി പറ്റില്ല. ജനറൽ ആയിട്ടുള്ള ഇത്തരം അവയർനെസ് തരിക എന്നുള്ളതാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഇന്നത്തെ ഒരു സെഷന്റെ ദൗത്യം, കാര്യങ്ങൾ നോക്കുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുകയാണ്, ഇനി മൈൻഡ് റീപ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഇത്തരം കാര്യങ്ങൾ എങ്ങനെ എടുത്തു കളയണം, ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ലിങ്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ അയച്ചു തന്നിട്ടുള്ള ആളുകൾക്ക് ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലാത്ത പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലിങ്ക് കിട്ടിയിട്ടുള്ളത് അവരോട് കണക്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് നമ്പർ കൊടുക്കട്ടോ, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം.
ഓക്കെ, 1 മിനിറ്റ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ സെഷന്റെ കാര്യങ്ങളൊക്കെ ഇത്രയാണ് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്നുള്ള വ്യക്തി ഇപ്പോഴും അടിപൊളിയാണ്, ഇപ്പോഴും ഭയങ്കര പ്യുവറാണ്, അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അതിന്റെ മൂല്യം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ജീവിതത്തിൽ മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടതായിട്ട് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് വരാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങളിൽ നിന്ന് നിങ്ങളെ നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളല്ലാതാക്കി മാറ്റുന്ന കാര്യങ്ങൾ ഒന്ന് എടുത്തു കളഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏത് സമയവും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വയത്തിനെ, നമ്മളെ തിരിച്ചറിയുന്ന സമയത്ത് മാത്രമേ നമുക്ക് നമ്മളിലുള്ള നമ്മുടെ സൃഷ്ടാവിനെ കണ്ടെത്താൻ കൂടെ കഴിയുള്ളൂ എന്നുള്ളതാണ്. കുറേ ആളുകൾ അങ്ങനെ തെരഞ്ഞു പോകുന്ന ആളുകളുണ്ട്. എനിക്ക് ആകെ നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് നമ്മളെ കണ്ടെത്തുക. നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് ഞാൻ എന്താ അറിയില്ല, എനിക്ക് എന്താ കഴിവുള്ളത് അറിയില്ല, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇതൊന്നും അറിയാതെ നമ്മളിങ്ങനെ ജീവിതം വെറുതെ ജീവിച്ച് തീർക്കുകയാണ്. നമുക്കൊരു നല്ലൊരു ലൈഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പേർപ്പസ് ഉണ്ട്. നമുക്ക് ഇവിടെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ ജീവിതത്തിൽ നമുക്ക് അറിഞ്ഞ് ജീവിക്കാനുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മളെ കണ്ടെത്തണം എന്നുള്ളതാണ്. ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങളുടെ ടൈമാണ് കേട്ടോ. നോർമലി നമ്മൾ ഫീഡ്ബാക്ക് സെഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യൂല, ക്രിട്ടിസൈസ് ചെയ്യൂല. ഇവിടെ എല്ലാവരും, ഞാൻ പറഞ്ഞ ഒരു 4% ഉള്ള ആളുകളെ ഇവിടെ എത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സോ ഇനി ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. ഓക്കെ. ഹലോ ഹലോ ആമി, പറയൂ. എല്ലാരും വിചാരിക്കുന്നുണ്ടാവും അതിൽ തന്നെ സലാം ചില അസ്സലാം വലൈക്കും വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാരും വിചാരിക്കുന്നുണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് ആവി ഇങ്ങനെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. പക്ഷെ നമ്മളെ എക്സ്പീരിയൻസ് പറഞ്ഞ് തീരാൻ കഴിയില്ല. അത് ഒരുപാട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഷഹല പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവർ എന്ത് നമ്മളെ കുറിച്ച് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ മാറ്റി. ഇൻ കേസ് ഞാനും അങ്ങനത്തെ ഒരു പെൺകുട്ടി ആയിരുന്നു ആദ്യം. പിന്നെ ഗൈഡ് സെഷൻസ് കഴിഞ്ഞ ആ ടൈമിങ്ങിൽ അതിനുശേഷം പിന്നെ എനിക്ക് എല്ലാത്തിനും ആ ഒരു ഫിയർനെസ് എനിക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തും നേരിടാനുള്ള ആ ഒരു ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നു. എല്ലാം എന്നെ കൊണ്ട് പറ്റും, ഐ ക്യാൻ, ഐ ഡു ഇറ്റ്. അത് നമ്മള് കണ്ണാടിന്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ അഫർമേഷൻസ് പറയും. കാരണം ഞാൻ ഇന്ന് 1 ഇയർ മുമ്പ് 14 കോഴ്സ് അറ്റൻഡ് ചെയ്തു. അപ്പോ എനിക്ക് തോന്നി എന്റെ ഉള്ളിലാണ് ഒരുപാട് കഴിവുകൾ കിടക്കുന്നത്. കാരണം നമ്മളെ തിരിച്ചറിയുമ്പോഴാണ് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇപ്പൊ നമ്മളെ ഇൻ കേസ് നമ്മളെ എവിടെയെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ആ, ഇതെന്റെ ലൈഫിന്റെ ഭാഗമാണ്, ഇതെന്റെ പടച്ചവൻ എനിക്ക് തന്നതാണ്. പിന്നെ നമ്മൾ നിരന്തരം പടച്ചവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇൻ കേസ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നമ്മൾ നേരെ തിരിച്ചിട്ട് നമ്മളൊന്ന് പറയാം, ആ, എനിക്കിത് ഈ ഒരു പ്രശ്നം തന്നില്ലെങ്കിൽ എന്തോ ഒന്ന് ഹയറിന് വേണ്ടിയിട്ടാണ്. അത് വരും, തീർച്ചയായും അത് വരും. നമ്മളെ ഒന്നിനെയും കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം ഒന്ന് കുറ്റപ്പെടുത്തി കഴിഞ്ഞാല് അത് ഡെഫിനറ്റ്ലി ആ ഒരു റിസൾട്ട് നമ്മൾക്കുണ്ട്. അന്നേരം ആ കേസ് നമ്മളറിയും, ഇതിനാണല്ലേ എന്റെ റബ്ബ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ തന്നത്, ഈ ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ടാണല്ലേ. അപ്പൊ നമ്മൾ ആ സമയം മുതൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് സ്വയത്തെ സ്നേഹിച്ചറിഞ്ഞു കഴിഞ്ഞാല് നമ്മള് വിജയം എന്തായാലും അത് ഉടനടി അതിന് റിസൾട്ട് ഉണ്ടാവും. വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. കാരണം ഷഹലന്റെ ആദ്യ ടൈമിങ്ങിൽ ഞാനും ഷഹലയും വല്ലാത്തൊരു എന്താ പറയാ, നമ്മൾ അത്രയും നല്ല ക്ലോസ് ആയ ഫ്രണ്ട്സ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ രണ്ടാളും അപ്പുറം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇതാക്കി. പിന്നെ അൽഹംദുലില്ലാ ഞാനും ഒരു പോസ്റ്റിലെത്തി, ഷഹലയും ഒരു പോസ്റ്റിലെത്തി. ഞാനിന്ന് ഒരു ട്രെയിനറായി, ഒരു കൗൺസിലർ, ആ ഒരു നമ്മൾക്ക് നമ്മളോടുള്ള ഒരു റെസ്പെക്ട്. കാരണം എന്തും നമ്മൾ വെച്ചാല് ഐ ലവ് മൈസെൽഫ്. ആരെന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഞാനുണ്ടല്ലോ എന്നില്ല ആ ഒരു ഫീലിങ്സ്. അതുകൊണ്ട് ആരെയും നമ്മൾ ആരെന്ത് കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും നമ്മളൊന്ന് സ്വയത്തോട് നോക്കാം. ആരെന്തെന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല. എനിക്ക് എന്നെ സ്നേഹിക്കാനറിയാം. ഞാൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സാണെങ്കിൽ അത് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ്, അതെനിക്ക് ഇഷ്ടമുള്ള ചെപ്പലാണ്. അപ്പൊ കണ്ണാടിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മളോട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാ. എന്താ പറയാ, പൊരുതി ജയിക്ക. കാരണം എന്റെ ഒന്നും ഫീഡ്ബാക്ക് ഒന്നും കഴിയില്ല മക്കൾ, അത് ഒരുപാടുണ്ട്. എനിവേ ഞാൻ നെക്സ്റ്റ് വീക്കിൽ എൻ്റെ അത് പറഞ്ഞു തരാം. എനിക്ക് സെഷൻസ് ഉണ്ട്, എന്റെ സെഷൻസ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, കീപ് ഗോയിങ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ആമി. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു കാര്യം റിമൈൻഡ് ചെയ്യാനുള്ളത്, എല്ലാ മന്തും കോച്ചിങ്സ് കാര്യങ്ങൾ നടക്കാറുണ്ട് പറഞ്ഞല്ലോ. ഗ്രൂപ്പിന്റെ കാര്യമായിട്ടോ പറഞ്ഞിട്ടുള്ളത്.
ഇപ്പൊ ഈ ജൂൺ മന്തിലെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 13-നാണ്. അപ്പോൾ അതിൽ 10 സ്ലോട്ട്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യണം, നിങ്ങളെ സെൽഫിനെ മാറ്റണം, നിങ്ങളെ യഥാർത്ഥം നിങ്ങളെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രൂപ്പ് വേണ്ട, പേഴ്സണൽ കോച്ചിങ് വേണമെന്നുള്ളവർക്ക് അത് നിങ്ങൾ ഓക്കെ ആയിട്ടുള്ള ഏത് ടൈമിലും നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, 1 മന്ത് 10 സ്ലോട്ട്സ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. കാരണം പറഞ്ഞല്ലോ, ഇത് ഒരു കാര്യം പറഞ്ഞ് ജസ്റ്റ് സമാധാനിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു മാജിക്കോ അതൊന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫീഡ്ബാക്കോ കാര്യങ്ങളോ നിങ്ങളുടെ ഡൗട്ട്സോ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കാട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടൈം അലോട്ട് ചെയ്യുന്നത്. എനിവൺ പറയുന്നൊക്കെ ആരെങ്കിലും ഉള്ളെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇൻ കേസ് നിങ്ങൾ നിങ്ങളെ സെൽഫിനെ തന്നെ സഹായിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരു തവണ ഇപ്പൊ ഇവിടെ വീഡിയോ മോളിൽ ഇരുന്ന ഒരാൾ എനിക്ക് ഇന്നലെ ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളതാണ്. ആളുടെ മോൻ്റെ സ്കൂളിൽ വെച്ചിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ ഇത്രയും കാലം എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ തുറന്ന് പറയാറില്ല. പക്ഷെ ഞാൻ വീഡിയോ മോളിൽ വന്ന് ഇപ്പൊ എനിക്ക് എന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ സംസാരിച്ച് ആളിപ്പോൾ ഇവിടെ ഇല്ല, പക്ഷെ ഞാൻ ഇന്നലെ എൻ്റെ ഉള്ളിലുള്ള പവർ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. നമ്മളാണ് പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച്. ഇത്രയും ടൈം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. ഇത് ഒരിക്കലും വെറുതെ ആവില്ല. നമ്മുടെ ലൈഫിന്റെ പല സമയങ്ങളിലും ഇത്തരം നമ്മൾ കേട്ട കാര്യങ്ങളായിരിക്കും നമ്മളെ സഹായിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സെലീന മാം പറഞ്ഞോളൂ. ഞാന് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്ത ഒരാളെന്നുള്ള നിലക്ക് എൻ്റെ കുറച്ച് അനുഭവം പറയാം. ഒന്നാമത്തത്, ഇതിലും നേരത്തെ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ നല്ല അനുഭവങ്ങളും നല്ല കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം വൈകിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ അവിടുന്ന് ഇങ്ങോട്ട് മാനസികമായും ശാരീരികമായും നല്ല രീതിയിലുള്ള ജീവിതം കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചേരാൻ കാരണം ഞാനൊരു വട്ടപൂജ എന്ന് ചിന്തിച്ച് സ്ട്രെസ്സും എന്താ പറയാ മാനസിക സംഘർഷങ്ങളും ഞാനൊന്നും അല്ലാന്നും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു അങ്ങനെ ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ ആ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു ലിങ്ക് കാണുകയോ അതിൽ കയറാൻ പറ്റുകയും കയറി ചെയ്തതുകൊണ്ട് ഇന്ന് എനിക്ക് ആ മാനസിക സംഘർഷങ്ങൾ കുറഞ്ഞു. ഇന്ന് എനിക്ക് ഞാൻ ആരാന്ന് മനസ്സിലായി. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ജീവിതം, എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിതം എന്നും പോരാത്തത്. മറ്റുള്ളവരങ്ങനെ പറയുമ്പോൾ അവരോട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം കൂടി എനിക്ക് ഉണ്ടായിപ്പോ. അങ്ങനെ ഞാൻ പറഞ്ഞു തിരുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അത് തരണം ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഇന്നല്ലെങ്കിൽ നാളെ അത് റെഡിയാവും എന്നുള്ളത് ഇപ്പൊ എനിക്ക് അങ്ങനെ. അതേപോലെ ഞാൻ കുറച്ച് ദിവസമായിട്ട്, പക്ഷെ ഞാനതൊരു സംഘർഷമായിട്ട് ഇപ്പൊ എടുത്തിട്ടില്ല. അത്രയും വലിയ ഇത് തീർന്നു പോവും, ഒരു നല്ല കാര്യത്തിനായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ എന്നോട് പറയണോരോട് ഞാൻ അതാ പറയുന്നത്. അതേപോലെ നമ്മളോട് നെഗറ്റീവ് പറയാൻ വരുന്നുണ്ട്, പക്ഷെ ഓരോട് ഞാൻ അത് തിരുത്തി കൊടുക്കുകയാണ്. അത് ഏറ്റെടുക്കണ്ട, അത് നല്ല രീതിയിൽ ആവുമ്പോ അതിന് ഗുണം കിട്ടും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി. പിന്നെ ഫോർഗീവ്നെസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മനസ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നു, എന്ന് ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ കുറേ ഭാരങ്ങൾ ഇറക്കി വെച്ചു. ഇപ്പൊ എനിക്ക് മനസ്സ് എന്താ പറയാ നല്ല പ്ലെയിനായി ഞാൻ തന്നെ ഒരു ഭാരം കുറഞ്ഞ പോലെ എനിക്ക് ഞാൻ ചെയ്തത് അല്ലെങ്കിലും എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് ആ ടൂൾസ് ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ അൽഹംദുലില്ലാ ഇപ്പം മുന്നോട്ട് പോകുന്നു. പിന്നെ ഓവർ തിങ്കിങ്ങിന്റെ പറഞ്ഞു ചിന്തിച്ച് നെഗറ്റീവ് അങ്ങെത്തും. അങ്ങനെ ക്ഷീണിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ. പിന്നെ റിലേഷൻഷിപ്പിൽ ഞാൻ ചെയ്തിട്ടല്ലെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ക്ലിയറായി നല്ല രീതിയിൽ
അത് കംപ്ലീറ്റ് ചെയ്തു. ടൂൾസ് കംപ്ലീറ്റ് കറക്റ്റ് എല്ലാം ചെയ്തു. ഇപ്പോഴും ഞാൻ അത് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സമാധാനത്തിലും സന്തോഷത്തിലും വരുന്ന പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി കിട്ടിക്കൊണ്ടും, പിന്നെ ഒരു പേടിന്റെ രൂപങ്ങൾ ഉണ്ടായിരുന്നു. ആ പേടി എന്നുള്ളത് ഇപ്പൊ ഇതിൽ പറഞ്ഞല്ലോ, പേടിയും ഭയമൊക്കെ ഉണ്ട് എന്നുള്ളത്. അതും ഒരു പരിധി വരെ എൻ്റെത് മാറി. അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. അപ്പൊ ഞാനിപ്പോ ആലോചിച്ചത് ഇപ്പൊ അതാണ്. ഇതിലും നേരത്തെ ഇപ്പൊ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതിലും നല്ല കാര്യങ്ങൾ എനിക്ക് കിട്ടാനുണ്ടായിരുന്നല്ലോ, അത് സമയം കഴിഞ്ഞു പോയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് എന്റെ ജീവിതം ഇപ്പൊ മുന്നോട്ട് പോണത്. അത്ര എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സെലീന മാം. എന്താ പറയാ, നമ്മൾ പറയാറുണ്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് നമ്മൾ കേൾക്കാനും കിട്ടാനും. അപ്പോഴാണ് നമുക്കതിന്റെ മൂല്യം മനസ്സിലാവാൻ നിൽക്കുക. അതേപോലെ ഒരിക്കലും വൈകിട്ടുമില്ല, നേരത്തെ അല്ല, റൈറ്റ് ടൈമിലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നില്ല, നമുക്ക് ഡിലേ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവുന്നുണ്ട് തോന്നി കഴിഞ്ഞാൽ ഒരിക്കലും അത് അങ്ങനെയല്ല. ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാണ്, നമ്മളിപ്പം നമ്മുടെ ഒരു കുട്ടി ഉമ്മാന്റെ അടുത്ത് കത്തി ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഉമ്മമാര് കൊടുക്കാറില്ല. കാരണം കുട്ടി കത്തി ഒന്നും ഹാൻഡിൽ ചെയ്യാൻ ആയിട്ടില്ല, കത്തി നൈഫ്. അപ്പൊ എന്ത് ചെയ്യും, കൈ മുറിവാകും. ഉമ്മാക്കറിയാം ഈ കുട്ടി ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സമയത്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ ചിലപ്പോൾ നേരത്തെ ചോദിക്കുന്ന, വാശി പിടിക്കുന്ന, കിട്ടണം വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോഴാണല്ലോ അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആള് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആട്ടോ. 100 ഡേ ടാസ്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനിയും ചെയ്യണം പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ട്. ഇനി ഒരുപാട് സക്സസ്സിൽ എത്തട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ, നിങ്ങൾ പറയുന്നത് കേൾക്കാനൊക്കെ റെഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീക്കിലും വെബിനാർസ് നടത്താറുണ്ട്. നോർമലി സൺഡേ ആണ് ഉണ്ടാവാറുള്ളത്. അപ്പം ഞങ്ങളുടെ ടീമിൻ്റെ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെയാണ് കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് സെഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടുള്ള ആളുകളെ കണക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കണക്ട് ചെയ്താലും മതി കേട്ടോ. എല്ലാ അപ്ഡേറ്റ്സും അവിടെ ആയിരിക്കും അറിയിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇനി ആരും ഇല്ല വിചാരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും അപ്പൊ എന്താണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്ര നേരം നിങ്ങൾ നിങ്ങളെ സെൽഫിന് വേണ്ടി ഇരുന്നതിന് സ്വയത്തിനോട് നന്ദി പറയാ. നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. നമ്മൾ നമുക്ക് കൊടുക്കാത്ത ഒന്നും നമുക്ക് പുറത്ത് നിന്ന് കിട്ടൂല. ആദ്യം നമ്മൾ നമുക്ക് കൊടുത്തു തുടങ്ങുക. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ. അതേപോലെ തന്നെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്, ജൂൺ 13-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 8 മണിക്കായിരിക്കും. ഗ്രൂപ്പ് കോച്ചിങ്ങിന്റെ കാര്യം കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ചിട്ട് അറിയേണ്ട ആളുകൾ അതിനെക്കുറിച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.